ഇനി ഇതുപോലെ തന്നെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ അനുപാതമാണ്. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ 3:1 എന്ന അനുപാതത്തിലാണ്. പതിനഞ്ച് വർഷത്തിന് ശേഷം അച്ഛൻ്റെ പകുതിയാണ് മകൻ്റെ വയസ്സെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷെ ഒരു അനുപാതം മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റേ അനുപാതത്തിന് പകരം തന്നത് അച്ഛൻ്റെ പകുതിയാണ് മകൻ്റെ വയസ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് അനുപാതം 2:1 എന്ന് മാറ്റി എഴുതാം. ഈ അനുപാതത്തിന് പകരം ഇവിടെ തന്നത് ഇങ്ങനെയാണ്. അതിന് നമുക്ക് 2:1 എന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ തന്നെ ചെയ്യാം. നൗ ഫാദർ റേഷ്യോ തന്നിട്ടുണ്ട് 3:1. അപ്പോൾ ഫാദറിൻ്റെ വയസ്സ് 3x, സണ്ണിൻ്റെ വയസ്സ് x. ഇനി ആഫ്റ്റർ 15 years 15 വർഷം കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഒരുവിധം കാണുന്നൊക്കെ 15 വർഷമാണ്. അത് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ആഫ്റ്റർ 15 years നമുക്ക് ഫാദർ 3x + 15, സൺ x + 15. ഇനി ഇവയുടെ റേഷ്യോ നമുക്കറിയില്ല, പക്ഷേ നമ്മൾ ഇവിടുന്ന് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. റേഷ്യോ 2:1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 3x + 15 x + 15 = 2:1. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3x + 15 × 1 = x + 15 × 2 എന്ന് വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 3x + 15 = 2x + 30 എന്ന് കിട്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി എക്സിനെ നേരത്തെ പോലെ എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, നമ്പറിനെ അങ്ങോട്ടും കൊണ്ടുപോയാൽ നമുക്ക് x = 15 എന്ന് കിട്ടി. ഇപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് 3x എന്നുള്ളത് 3 × 15 = 45. സെയിം ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് 4 തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒരു ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ മോഡലൊക്കെ സെയിം തന്നെയാണ്. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം അനുപാതം 2:1 ആണ്. 20 വർഷം മുമ്പ് 20 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സിൻ്റെ അച്ഛൻ്റെ വയസ്സിൻ്റെ 1/3 ആയിരുന്നു 1/3 ആയിരുന്നു മകൻ്റെ വയസ്സ് എങ്കിൽ 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്.
ആദ്യത്തെ അനുപാതം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തത് അച്ഛൻ്റെ വയസ്സിൻ്റെ 1/3 ആയിരുന്നു മകൻ്റെ വയസ്സ്. 20 വർഷം മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് ചോദിച്ചതാണെങ്കിലോ 10 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ എടുക്കാം. നേരത്തെ ചെയ്ത പോലെ നൗ എന്ന് എഴുതിയിട്ട് ഫാദറിൻ്റെ ഏജ് നമുക്ക് എടുക്കാം. ഈ അനുപാതം തന്ന 2:1 അപ്പോൾ 2x. മകൻ്റെ വയസ്സ് നമുക്ക് എക്സ് എന്നും എടുക്കാം. അപ്പം നമുക്ക് രണ്ടുപേരുടെയും വയസ്സ് കിട്ടി. ഇനി ബിഫോർ 20 years 20 വർഷം മുമ്പ്, അത് എഴുതാൻ സൗകര്യത്തിനാണ് ഞാനിങ്ങനെ എഴുതുന്നത്. ബിഫോർ 20 years എന്തായിരുന്നു? അച്ഛൻ്റെ വയസ്സിൻ്റെ 1/3 ആയിരുന്നു മകൻ്റെ വയസ്സ്. അതായത് മകൻ്റെ വയസ്സ് എന്നുള്ളത് 1/3 അച്ഛൻ്റെ വയസ്സ് ഇതായിരുന്നു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും നോക്കാം. ഇതിനെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. 3 മകൻ്റെ വയസ്സ് സമം അച്ഛൻ്റെ വയസ്സ്. അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചെഴുതാം? അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം ഫാദർ ഈസ് ടു സൺ സമം നമുക്ക് 3:1 എന്ന് മാറ്റി എഴുതാൻ പറ്റും. കാരണം മകൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സുള്ളത്. ഇനി നമുക്ക് ഈ ഫാദറിൻ്റെയും മകൻ്റെയും വയസ്സ് നമുക്കറിയാം. 20 വർഷം മുമ്പ് ഫാദറിൻ്റെ വയസ്സ് എത്രയായിരിക്കും? 2x - 20. മകൻ്റെ വയസ്സാണെങ്കിൽ x - 20 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ റേഷ്യോ ആക്കി എഴുതിയാൽ 2x - 20 ഈസ് ടു x - 20 സമം 3:1 എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ, നേരത്തെ +15 ആയിരുന്നു, ഇവിടെ -20 ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 20 സമം x - 20 × 3. അതിനെ നമുക്ക് മാറ്റി എഴുതിയാൽ 2x - 20 സമം 3x - 60. 20 × 3 60. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ അതിനെ എങ്ങോട്ടും കൊണ്ടുവന്നാൽ ഇവിടെ -60 ഇവിടെ എത്തുമ്പോൾ +60 ആവും. 60 - 20 സമം 3x - 2x എന്ന് വരും. 2x. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 40 സമം x എന്ന് കിട്ടും. ഇത് ചെയ്താൽ ഇവിടെ 40 കിട്ടും. ഇവിടെ 3x - 2x എക്സും കിട്ടും. അപ്പോൾ 40 സമം x എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവരുടെ പ്രസൻറ്റ് ഏജാണ്, ഇപ്പോഴത്തെ ഏജാണ് കാണേണ്ടത്. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സാണ് ചോദിച്ചത്. ഇപ്പോൾ ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സ് കണ്ടാൽ നമുക്ക് 10 ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സ്, ഇപ്പോഴത്തേത് 2x, അതായത് 2 × 40 സമം 80 എന്ന് കിട്ടി. അപ്പോൾ ആഫ്റ്റർ 10 years 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് 80 + 10 സമം 90. അപ്പോൾ നമ്മുടെ ഉത്തരം 90 എന്ന് കിട്ടി. നേരത്തെ ചെയ്തതിനേക്കാൾ ഒരു 10 ആഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ടെന്നും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതേപോലെ ഒരു മുമ്പുള്ളതും കൂടി വരുന്നത് നമുക്ക് നോക്കാം. 10 കൊല്ലം മുമ്പ് ബിക്ക്, ഇവിടെ ബിയും സിയും ആണ് അച്ഛനും മകനും പകരം, ബിക്ക് സിയുടെ 10 മടങ്ങ് വയസ്സായിരുന്നു. ബിയുടെയും സിയുടെയും ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ അനുപാതം 4:1 ആണ്. എങ്കിൽ ബിയുടെ
ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പം നേരത്തെ ഇന്ന് വ്യത്യസ്തമായിട്ട് പഴയത് തന്നെയാണ് തന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് എന്തായാലും തന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രായം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം അത് എഴുതി വയ്ക്കാം, പ്രസൻറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോഴത്തെ അനുപാതം 4:1. അപ്പോൾ എയുടെ പ്രായം 4x ബിയുടെ പ്രായം x 1 എന്ന് കണ്ട വെറും x എന്ന് എഴുതിയാൽ മതി. ഇനി 10 കൊല്ലം മുമ്പ്, ബിഫോർ 10 years, അത് നോക്കാം നമുക്ക്. ബിഫോർ 10 years ഇവിടെ തന്നത് 10 മടങ്ങ്. ബിക്ക് സിയുടെ 10 വയസ്സായിരുന്നു. എയും ബിയും അല്ല, ഇവിടെ ബിയും സിയുമാണ്. ബിക്ക് സിയുടെ 10 മടങ്ങ് വയസ്സായിരുന്നു. അപ്പോൾ നമുക്ക് ബിയുടെ വയസ്സ് 10 വർഷം മുമ്പാണ്. അപ്പോൾ 4x - 10. സിയുടെ വയസ്സ് x - 10. ഇവയുടെ അനുപാതമാണെങ്കിൽ 10 ബിക്ക് സിയുടെ 10 മടങ്ങ്. അപ്പോൾ ഇനി നേരത്തെ പോലെ ചെയ്യുന്നില്ല, നേരെ അങ്ങോട്ട് എഴുതാണ്. ബിക്ക് സിയുടെ 10 മടങ്ങാണെങ്കിൽ ബിയുടെ 10 സിയുടെ 1 അപ്പം നമ്മൾ 10:1 എന്ന് മാറ്റി എഴുതാം. ഇതിനെ, ഈ റേഷ്യോനെ 10:1 എഴുതാം. ഇനി നമ്മളിത് ചെയ്യാൻ പോകാം. 4x - 10 x - 10 സമം 10:1. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x - 10 സമം 10 × x - 10. ഇനി നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. 4x - 10 സമം 10x - 100. ഇനി എക്സിനെ റൈറ്റിലേക്കും നമ്പറിനെ ലെഫ്റ്റിലേക്കും കൊണ്ടുപോകാം. അപ്പം -100 ഇവിടെ +100 ആവും. 10x - 4x. 90 സമം 6x. x സമം 90/6 സമം 15. അപ്പോൾ നമുക്ക് x സമം 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ബിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചത്. അപ്പോൾ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് നൗ ബി 4x സമം 4 × 15 സമം 60. അപ്പോൾ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് 60 എന്ന് കിട്ടി.